അപ്പോൾ മച്ചാന്മാരെ ലോകത്തിന്റെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന വെടിക്കെട്ടിന്റെ അവസാന വാക്കായിട്ടുള്ള വെടിക്കെട്ടിന്റെ തറവാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെന്മാറ വല്ലങ്ങി വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഒരു ട്രീറ്റ് തന്നെയാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വെടിക്കെട്ടിന്റെ കാര്യങ്ങളും അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നോട്ടീസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് 3 വെടിക്കെട്ടാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒന്ന് സാമ്പിൾ വെടിക്കെട്ട്, പിന്നെ പൂര ദിവസം പകൽ വെടിക്കെട്ട്, പിന്നെ പൂര ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചെ വെടിക്കെട്ട് ഉണ്ടാവും. ഇരു ദേശങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ 3 വെടിക്കെട്ടാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് പൂരത്തിന് മുന്നോടിയായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ടിന്റെ ടൈം നമുക്ക് നോക്കാം. ഏപ്രിൽ 2-ാം തീയതിയാണ് വേല. ഏപ്രിൽ 2-ാം തീയതി അതിന്റെ തലേ ദിവസം ഏപ്രിൽ 1-ാം തീയതി വൈകിട്ട് 6:30 മുതൽ 7:30 വല്ലങ്ങി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ 7:30 മുതൽ 8:30 നെന്മാറ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവുക. അപ്പം മച്ചാന്മാരെ അടുത്തായിട്ട് നമുക്ക് പറയുന്നത് പകൽ വെടിക്കെട്ടാണ്. അതായത് പൂര ദിവസം നടക്കുന്ന പകൽ വെടിക്കെട്ടാണ് പറയുന്നത്. ഏപ്രിൽ 2-ാം തീയതി വൈകിട്ട് നടക്കുന്ന പകൽ വെടിക്കെട്ടിന്റെ സമയമാണ് അടുത്തായിട്ട് പറയുന്നത്. 6:30 മുതൽ 7:30 വല്ലങ്ങി ദേശത്തിന്റെ പകൽ വെടിക്കെട്ട് ഉണ്ടാവും. 7:30 മുതൽ 8:30 നെന്മാറ ദേശത്തിന്റെ പകൽ വെടിക്കെട്ട് ഉണ്ടാവും. അപ്പൊ അടുത്തായിട്ടുള്ളത് പുലർച്ചെ വെടിക്കെട്ടാണ്. അതായത് ഏപ്രിൽ 2-ാം തീയതി പൂരം കഴിഞ്ഞ് ഏപ്രിൽ 3-ാം തീയതി പൂരം കഴിഞ്ഞുള്ള പുലർച്ചെ വരുന്നത് 3 മണി AM മുതൽ 4 മണിക്കുള്ളിലായിട്ടായിരിക്കും നെന്മാറ ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് ഉണ്ടാവുക. ഏപ്രിൽ 3-ാം തീയതി മറക്കണ്ട. അതായത് വേല 2-ാം തീയതിയാണ്. 3-ാം തീയതി പുലർച്ചെ വേല കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി പുലർച്ചെ 3 മണി മുതൽ 4 മണി വരെ ആയിരിക്കും നെന്മാറ ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ 4 മണി മുതൽ 5 മണിക്കുള്ളിലായിരിക്കും വല്ലങ്ങി ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് ഉണ്ടാവുക. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം, ഇപ്പോൾ ടൈം ഇത് തന്നെയാണ്. ചിലപ്പോൾ ദേശങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ചിലപ്പോൾ മാറാം. ചിലപ്പോൾ ആദ്യം വല്ലങ്ങി ദേശം പൊട്ടിക്കും, അല്ലെങ്കിൽ നെന്മാറ ദേശം പൊട്ടിക്കും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഉള്ള പേര് അനുസരിച്ചിട്ട് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ മച്ചാന്മാരെ നെന്മാറ ദേശത്തിന്റെയും വല്ലങ്ങി ദേശത്തിന്റെയും തിടമ്പേറ്റുന്ന ആനകളെ ഏതൊക്കെയും നമുക്ക് നോക്കാം. അപ്പോൾ നെന്മാറ ദേശത്തിന് തിടമ്പേറ്റാനായിട്ട് ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസനാണ് വരുന്നത്. അതുപോലെ തന്നെ വല്ലങ്ങി ദേശത്തിനായിട്ട് വരുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. ഇരു ദേശങ്ങളും തമ്മിലുള്ള വെടിക്കെട്ടിന്റെ ഒരു ഗംഭീര മത്സരം, അതുപോലെ തന്നെ വർണ്ണശലഭമാർന്ന ഒരു കിടിലം പന്തലുകളുടെ ഒരു മത്സരം, അതുപോലെ തന്നെ ആനകളിലും ഒരു ഗംഭീര മത്സരം നടക്കുന്ന അടിപൊളി ഒരു വേലയാണ് നെന്മാറ വല്ലങ്ങി വേല. അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട, മറക്കാതെ 2-ാം തീയതി ഞാൻ എന്തായാലും പറമ്പിലുണ്ടാവും. 2-ാം തീയതി അല്ല, ഏപ്രിൽ 1-ാം തീയതി മുതൽ ഞാൻ എന്തായാലും പറമ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്ത് വയ്ക്കുക. ചാനലാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.